ഇങ്ങനെ കൈ വെച്ച് കൊടുത്ത് പതുക്കെ പ്രഷർ കൊടുത്തുണ്ട്. പ്രഷർ കൊടുക്കുന്നതനുസരിച്ച് കൈ തനിയെ മൂവ്മെൻ്റ് ആയിക്കോളും. നമ്മൾ കൈ മുന്നോട്ട് പ്രസ് ചെയ്യണ്ട. അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് വെക്കുക. കൈ ഒന്ന് മെൽറ്റ് ചെയ്യാൻ അനുവദിക്കുക. അവിടെ ഇരിക്കും നമുക്കറിയാം. അത് പതുക്കെ ഉള്ളിലേക്ക് പോവുക. മസിലും ഒക്കെ പതുക്കെ മെൽട്ടാവുന്നത് അറിയാം. കൈ ഉള്ളിലേക്ക് പോകുന്നത് അറിയാം. അതനുസരിച്ച് പതുക്കെ തനിയെ മൂവ്മെൻറ്റ് സംഭവിച്ചു. അത് ബൈ പ്രാക്ടീസേ വരത്തുള്ളൂ. ഇത് വളരെ നല്ലതാണ്. ഇന്റേണൽ ഓർഗൻസിന് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് പീരീഡ്സ് കറക്റ്റാവും. ഓസ്റ്റിയോപ്പതിയിലെ ഏറ്റവും നല്ല ടെക്നിക്കുകളൊന്നാണ്. ആദ്യം നമുക്കൊരു വേദന തോന്നും. ഇത് നടുവേദന, വയറുവേദന, ഇന്റേണൽ ഓർഗൻസിൻ്റെ പ്രശ്നം, പീരീഡ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വളരെ നല്ല ഒരു ടെക്നിക്കാണ്. ഈ പാരാസ്പൈനൽ മസാജ് എന്നതിന് പറയുക. പാരാസ്പൈനൽ ടെക്നിക്ക്. ഇത് ചിലപ്പോൾ അന്ന് ഡോക്ടറെ കാണാൻ അവിടെ പോയ ഓസ്റ്റിയോപ്പതി പോയ സമയത്ത് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. സാധാരണ ചെയ്യേണ്ടതാണ് ഈ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട്. എനിക്കറിയില്ല എന്താ ചെയ്യുന്നത്. ശരിക്കും നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യമൊക്കെ വേദന എടുക്കും. പിന്നീട് നമുക്ക് മനസ്സിലാവും ഒരു സുഖം ശരീരത്തിന് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഒരു തവണ വീഡിയോ എടുത്തിട്ട് കുറച്ചാക്കിയപ്പോൾ വീണ്ടും ചെയ്യണമെന്ന് വേണ്ട വീണ്ടും ആദ്യത്തെ ചെയ്യും. ഞാൻ ചേഞ്ച് വീഡിയോ ക്യാമറ. ഇതിപ്പോൾ ഞാൻ കൈ പ്രഷർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. മൂവ്മെൻറ്റ് തനിയാവില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും തനിയെ ഒഴുകി പോകുന്ന കാര്യം. ഇപ്പോൾ എവിടെയെങ്കിലും മസിൽ ടൈറ്റോ സ്കിന്നോ ഫേഷ്യൽ ടൈറ്റൊക്കെ ഉണ്ടെങ്കിൽ പതുക്കെ ആ മൂവ്മെൻറ്റ് വരുത്തുള്ളൂ. അതിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. താഴെ വരെ പോകണം. Breathe in, breathe out, breathe in, breathe out, hold. Breathe in, breathe out, hold. Breathe in, breathe out, hold.
നമ്മുടെ സേക്രമുണ്ട് കറക്റ്റ് അപ്പുവൻ കൈ കിട്ടില്ല. അപ്പം കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം കൈ താഴേക്ക് പോയി ആ സേക്രമായിട്ട് യോജിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇത് ഇടത്തെ കഴിഞ്ഞ് മുകളിൽ വയ്ക്കുക. വീണ്ടും ചെറിയ പ്രശ്നം കൊടുത്തിട്ട് താഴോട്ട് മുകളിൽ സൈഡിലേക്ക്, രണ്ട് സൈഡിലേക്ക്. ഈ റൊട്ടേഷൻ പമ്പിങ് ഉണ്ട്, ഒരു വൈബ്രേഷൻ. ഇത്